കൊണ്ടോട്ടിയിൽ വയോധികൻ ഷോക്കേറ്റ് മരിച്ചതിൽ KSEBയുടെ വാദം പൊളിയുന്നു. മരിച്ച മുഹമ്മദ് ഷായുടെ അയൽവാസികൾ 3 തവണ KSEB ഓഫീസിലേക്ക് വിളിച്ചതിന്റെ ഫോൺ രേഖകൾ റിപ്പോർട്ടറിന്. അയൽവാസികളായ ആയിഷ ടീച്ചറും മകനുമാണ് KSEB ഓഫീസിലേക്ക് വിളിച്ചത്. വൈദ്യുത ലൈൻ പൊട്ടിവീണത് കൃത്യമായി KSEBയിൽ അറിയിച്ചിരുന്നുവെന്നും ജീവനക്കാർ എത്തിയിരുന്നെങ്കിൽ മുഹമ്മദ് ഷായുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും അയൽവാസി ആയിഷ ടീച്ചർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് കൊണ്ടോട്ടി നീറാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാ വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായത്. സ്വന്തം പുരയിടത്തിൻ്റെ പിറകുവശത്തായിരുന്നു അന്ന് അപകടമുണ്ടായത്. അതിൻ്റെ തൊട്ട അയൽവാസികളുടെ വീട്ടിലാണ് നമ്മൾ ഉള്ളത്. അവിടെ ആയിഷ ടീച്ചറും അദ്ദേഹത്തിൻ്റെ മകൻ സഷ്ടവുമാണ് നമ്മുടെ കൂടെയുള്ളത്. അന്ന് KSEBയെ 3 തവണ വിളിച്ചു പറഞ്ഞതും ഇവരായിരുന്നു. അത് ഇന്നിപ്പോൾ KSEB വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണ വിവരം അവർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അന്ന് എന്താണ് ഇവർ വിളിച്ചു പറഞ്ഞത് എന്നുള്ള കാര്യം അതിൻ്റെ വ്യക്തത വരുത്തണം. ഇപ്പോൾ ഞാൻ 8:22 ആദ്യം വിളിക്കുന്നത്. അതിനുശേഷം 9:19 ഞാൻ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം 11:42 എൻ്റെ ഉമ്മ വിളിച്ചു. 3 തവണ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മരം വീണിട്ടുണ്ട്, ഒരു തേക്കാണ് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ തവണ അവർക്ക് ഞാൻ തിരിച്ചങ്ങോട്ട് 9:19 ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തേക്ക് വീണ കാര്യമല്ലേ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ 11:42 ഞാൻ വിളിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ നമ്പർ കൊടുത്തു, ഉമ്മയാണ് വിളിച്ചത്. ബാക്കി ഞാൻ പറഞ്ഞത് ശരിക്കും ഞാൻ പൊട്ടി വീണിട്ടുണ്ട്. ഓലൊന്ന് വരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ പൊട്ടി വീണിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ലൈൻ മാത്രമേ കാണുന്നത് അവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, അവിടെ ഒരു കാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊട്ടി വീണിട്ടുണ്ട്, നിങ്ങൾ വരണം. അപ്പോൾ ഒരു നിങ്ങൾ കട്ട് ചെയ്യല്ലേ അറിയണ്ട്, നിങ്ങൾ എവിടെ എത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു ഫോണിൽ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൽക്കിട്ടോ കട്ട് ചെയ്യില്ല. ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് അവിടെ എത്തി അങ്ങോട്ട് വരും കേട്ടോ, നിങ്ങൾ എന്തായാലും പിന്നെ ഫോൺ കട്ട് ചെയ്താൽ ഞാൻ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല, ഓല് പറഞ്ഞിട്ടില്ല, എവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊട്ടി വീണിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് വെള്ളമില്ല, പിന്നെ കറണ്ടിന്റെ കാര്യമാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് അറിയിച്ചപ്പോൾ പോലും കൃത്യമായ ഒരു നടപടിക്ക് KSEB തയ്യാറായിട്ടില്ല. മാത്രമല്ല അന്ന് അപകടം ഉണ്ടായപ്പോൾ അവിടേക്ക് ആദ്യം ഓടിയെത്തിയ ഒരാൾ കൂടിയാണ് സസ്പെൻഡ്. അത് CPR ഒക്കെ നൽകിയില്ലേ? എന്തായിരുന്നു അവിടെ എത്തിയപ്പോൾ സാഹചര്യം? ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് പൾസ് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഉടനെ CPR ഇനിഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എമർജൻസി വണ്ടി എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ മേഴ്സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തത്. ആഘാതമേറ്റ് കിടക്കുന്ന അവസ്ഥയിലാണ് ലൈൻ മാറ്റി. അല്ലല്ല, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പുറത്തെ അയൽവാസിയാണ്, അവരാണ് മാറ്റിയത്. ഞാൻ വരുമ്പോഴത്തേന് ആൾ അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ലൈനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചെന്ന് ഞാൻ പൾസ് നോക്കി ഞാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് മുൻപ് ഒരു വരികയാണെങ്കിലേ ഞങ്ങൾക്ക് നല്ല സഹായമാണ്. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഓടി വരാനും നല്ലൊരു മനുഷ്യനേനി. എന്നിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ CPR ചെയ്യുമ്പോൾ 2-3 പേര് അങ്ങ് വരുന്നുണ്ട്. യാതൊരു കൂസലുമില്ല. ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഞാൻ ഇതിനിങ്ങനെ CPR ചെയ്യണം ഇങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ ഞങ്ങളിവിടുത്തെ ആളെ അല്ല എന്നുള്ളതിൽ ഇങ്ങനെ പോയി ആ ലൈനൊക്കെ നോക്കി. അതേപോലെ എന്നാൽ ഈ കുട്ടികളല്ലേ 1, 2, 3, 4 കുട്ടികൾ അവിടെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വലിച്ചെടുക്കാൻ ചില ഡെഡ് ബോഡി ആയൊരു ബലഹീനപ്പെട്ട് എന്നിട്ട് ഇവർ വലിച്ചിട്ട് ഒരാൾ കഴുത്ത് പിടിച്ച് ആർക്കും കഴിയണില്ല. ആ ഒരു രീതിയിലാണ് പിടിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി ചെയ്യാറുണ്ട്. അവരിങ്ങനെ കയറി അങ്ങ് പോകും. എനിക്ക് തോന്നുന്നു ഓഫാക്കുന്നത് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ആ സമയത്താണ് ഓരോ ഓഫാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ. ഈ വെളിപ്പെടുത്തലോടുകൂടി KSEB പറഞ്ഞ കഥ അത് പാടെ അങ്ങ് പൊളിയുകയാണല്ലോ. വിളിച്ചറിയിച്ചു, അതുപോലെ തന്നെ ഈ ഗൃഹനാഥൻ ഷോക്കേറ്റ് മരിച്ച സംഭവം അത് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു എന്നതുകൂടി വ്യക്തമാവുകയല്ലേ അവരോട് സംസാരിക്കുമ്പോൾ? തീർച്ചയായും കൃത്യമായി KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ് ഈ അയൽവാസികളുടെ വെളിപ്പെടുത്തലുകളിലൂടെ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഈ KSEBയിൽ സാധാരണ ഇത്തരത്തിൽ വൈദ്യുത തടസ്സം നേരിടുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഒരു കേസിൽ വിളിച്ചു കഴിഞ്ഞാൽ 1-ലധികം തവണ വിളിച്ചാലും ആദ്യം വിളിച്ചത് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ KSEB മുണ്ടുക്കുളം സെക്ഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യം ആയിഷ ടീച്ചറുടെ മകനായിട്ടുള്ള സസ്ന വിളിച്ച 8:20 എന്നുള്ള സമയമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ മരം പൊട്ടി വീണു എന്നുള്ള കൃത്യമായി സസ്ന അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മരം പൊട്ടി വീണു എന്നേ പറഞ്ഞു, വൈദ്യുതി ലൈൻ പൊട്ടി വീണത് തങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഈ ന്യായമായി KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വാദം കൂടി തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. സ്വാഭാവികമായും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, KSEB ലൈനിലേക്ക് ഒരു മരം പൊട്ടി വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ആ ലൈൻ പൊട്ടി വീണു എന്നുള്ളതാണ്. അതുപോലെ സ്വാഭാവികമായി മനസ്സിലായിട്ടില്ല, അങ്ങനെ തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരണം കണ്ടെത്താനാണ് KSEB ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും വാദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ആദ്യം 8:22 വിളിക്കുന്നു, രണ്ടാമതായി 9:19 വിളിക്കുന്നു, മൂന്നാമതായി 11:42 വിളിക്കുന്നു. ഈ വിളിക്കുന്ന സമയത്ത് ആയിഷ ടീച്ചർ, സസ്റ്റൻ്റെ മാതാവായിട്ടുള്ള ആയിഷ ടീച്ചർ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയി വന്ന് നോക്കിയതിന് ശേഷമാണ് വീണ്ടും വിളിക്കുന്നത്. ആ ഘട്ടത്തിൽ കൃത്യമായി ഇവിടെ വൈദ്യുതി
വൈദ്യുതി ലൈൻ പൊട്ടിക്കടക്കുകയാണ്, ഒരു ലൈൻ മാത്രമേ അവിടെ കാണുന്നുള്ളൂ, രണ്ടാമത്തെ ലൈൻ പൊട്ടിക്കടക്കുകയാണ് എന്ന കാര്യം കൃത്യമായി KSB ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അപ്പോൾ അവർ ഉടനെ വരാം, ഇപ്പോൾ തന്നെ എത്താം, അതിന് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മറുപടി പറയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ മൂന്നാം തവണ വിളിച്ചപ്പോൾ 11:42 മൂന്നാം തവണ വിളിച്ചപ്പോഴെങ്കിലും അതിൻ്റെ വെറും കിലോമീറ്റർക്ക് മാത്രം അകലെയുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാർ അവിടെ എത്തിയിരുന്നുവെങ്കിൽ 1 മണിയോടെ നടന്ന ഈ മുഹമ്മദ് ഷായുടെ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. ഏകദേശം 12:45 1 മണിക്ക് ഇടയിലാണ് ഈ നീറാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാ ഇത്തരത്തിൽ സ്വന്തം വീടിന്റെ പുറകുപക്ഷത്തെ കൃഷിയിടത്തിൽ വെച്ച് വൈദ്യുതാഘാതം മറ്റും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 3 തവണ വിളിച്ചപ്പോൾ ഒരു തവണയെങ്കിലും KSB ഉദ്യോഗസ്ഥർ മിനിമം അവിടെ എത്തിയില്ലെങ്കിൽ പോലും അവിടുത്തെ വൈദ്യുത ബന്ധമെങ്കിലും വിച്ഛേദിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു, ഗ്രഹനാഥന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു, ഒരു കുടുംബം അനാഥമാകില്ലായിരുന്നു എന്നതാണ് ഇപ്പോൾ അയൽവാസികളടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത്. സുജിയ, വൈദ്യുത ലൈൻ പൊട്ടിയത് അറിയിച്ചതാണ്, എന്നിട്ടും അനാസ്ഥയുണ്ടായി. KSBയുടെ വാദം പൊളിക്കുന്ന മൊഴികളാണിപ്പോൾ നമ്മൾ കേട്ടത്. ഫോൺ വിളിച്ചറിയിച്ചതാണ്, അതിന്റെ രേഖകളടക്കം ഇപ്പോൾ വ്യക്തമാവുകയാണ്. KSBക്ക് ഇനി എന്താണ് ഈ കൊണ്ടോട്ടിയിലെ ഷോക്കേറ്റ മരണത്തിൽ പറയാനുള്ളത്? അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്.